Okay, so welcome back to Nice Academy News Analysis session. October 1st, 2024 articles ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫ്രണ്ട് പേജിൽ വന്നിട്ടുള്ള ഫസ്റ്റ് ആർട്ടിക്കിളിലേക്ക് നോക്കാം. Keep goats away from politics, Supreme Court tells Naidu. Okay, സോ റീസെൻ്റ് ആയിട്ട് നമുക്ക് തിരുപ്പതി ലഡുവിൻ്റെ അകത്ത് അനിമൽ ഫാറ്റ് അടങ്ങിയിട്ടുണ്ടെന്നുള്ളൊരു ന്യൂസ് നമുക്ക് ഇന്നലെ ഒക്കെ ആർട്ടിക്കിൾസിൽ വന്നിട്ടുണ്ടായിരുന്നു. സോ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ സുപ്രീം കോടതി നിയമിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇതിൽ ചന്ദ്രബാബു നായിഡുവിനോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള ദാറ്റ് മീൻസ് എസ്പെഷ്യലി റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ പൊളിറ്റിക്സ് കൊണ്ടുവരരുത് എന്നുള്ള ചെറിയൊരു ഇൻഫർമേഷൻ മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. സോ തിരുപ്പതി ലഡുവിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ള അനിമൽ ഫാറ്റ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഡീറ്റെയിൽ ആർട്ടിക്കിൾ കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായിരുന്നു. സോ അതിൻ്റെ ജസ്റ്റ് ഒരു അപ്ഡേഷൻ ആണ്. സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നൊരു കോട്ടാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. ഓക്കെ, ഒരിക്കലും നിങ്ങൾ സെൻസിറ്റീവായിട്ട് റിലീജിയസ് ഇഷ്യൂസിൻ്റെ അകത്തേക്ക് പൊളിറ്റിക്സ് കൊണ്ടുവരാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ മറ്റ് ആർട്ടിക്കിൾസ് നമുക്ക് ഫ്രണ്ട് പേജിൽ വരുന്നില്ല. മൂവിങ് ഓൺ ടു ന്യൂസ് പേജസ്. ഓക്കെ, ന്യൂസ് പേജിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ ആർട്ടിക്കിൾസ്. ഫസ്റ്റ് ആർട്ടിക്കിൾ, ബീഹാർ 6 NDRF ടീംസ് ഫ്ലഡ് സിറ്റുവേഷൻ റിമെയിൻസ് എഗ്രീം. ഇതൊരു പ്രിലിംസ് പോയിന്റ് ഓഫ് ആർട്ടിക്കിൾ ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് NDRF എന്നുള്ള ഫോക്കസ് നോക്കുക. NDRF അതുപോലെ തന്നെ SDRF, നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട്, അല്ലെങ്കിൽ NDRT എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ടീം എന്നൊക്കെ പറയും. അതുപോലെ തന്നെ സ്റ്റേറ്റിന് സെൻട്രൽ ലെവലിലും അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെവലിലും ഉണ്ടായിരിക്കും. സോ ഏതെങ്കിലും തരത്തിലുള്ള ഡിസാസ്റ്റർ ഒക്കെ വരുന്ന സമയത്ത് ഫസ്റ്റ് റെസ്പോൺസ് ടീം ഈ NDRF അല്ലെങ്കിൽ SDRF ആയിരിക്കാം. സോ ബീഹാറിൽ റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള ഫ്ലഡ് സിറ്റുവേഷൻസിൽ ഈ ഒരു NDRF ടീമിനെ കുറച്ചുകൂടി ടീംസിനെ അലോക്കേറ്റ് ചെയ്യണമെന്നായിരുന്നു ബീഹാർ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് NDRF എന്താണെന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ നമുക്ക് ഗംഗയുടെ ട്രിബ്യൂട്ടറീസ് ആയിട്ടുള്ള ഗണ്ഡക്, ബാഗ്മതി, കോസി തുടങ്ങിയിരിക്കുന്ന റിവേഴ്സിനെ പറ്റിയും ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്തിട്ട് പഠിക്കാൻ ശ്രമിക്കാം. സോ ആർട്ടിക്കിൾ വന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഹാറിൽ ഉണ്ടായിരിക്കുന്ന റീസെൻ്റ് ആയിട്ടുള്ള ഫ്ലഡ് സിറ്റുവേഷൻ ആണ്. ഫ്ലഡ് സിറ്റുവേഷൻ്റെ അകത്ത് ഇവൻ ദോ വാട്ടർ ലെവൽ ലോവർ ചെയ്തിട്ടാണെങ്കിൽ പോലും ഫ്ലഡിന് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഏരിയ ആണ് ബീഹാർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ പ്രിലിംസ് പോയിന്റിൽ രണ്ട് കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ആർട്ടിക്കിൾ, സുപ്രീം കോർട്ട് റിപ്രിമെൻഡ്സ് ഡൽഹി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഓവർ ലാക്ക് ഓഫ് റെസ്പോൺസ് ഓൺ ഗ്രീൻ കവർ. ഇപ്പോൾ ഡൽഹി നമുക്കറിയാം നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ആണ് ഡൽഹി. ഇപ്പോൾ ഡൽഹിയിൽ എല്ലാ വിന്റർ ടൈമിൽ ഉണ്ടാവുന്ന ഒരു ഇഷ്യൂ ആണ് ഫോഗ് അല്ലെങ്കിൽ സ്മോഗ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു വളരെ വലിയ എയർ പൊല്യൂഷൻസ് ഉണ്ടാകുന്ന ഒരു ഏരിയ ആണ്, എസ്പെഷ്യലി ഇൻ വിന്റർ ടൈം. നമുക്ക് വിന്റർ വരാൻ പോവാണ്. സോ ഈ വിന്ററിന്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെഹിക്കുലർ എമിഷൻസ് ആൻഡ് ഇൻഡസ്ട്രിയൽ എമിഷൻസ് ആണ്, എസ്പെഷ്യലി കാർബൺ എമിഷൻസ് എന്ന് വേണമെങ്കിൽ പറയാം. സോ ഈ ഒരു കാർബൺ സീക്വസ്ട്രേഷൻ ദാറ്റ് മീൻസ് കാർബൺസിനെയൊക്കെ ക്യാപ്ചർ ചെയ്യുന്ന ആരായിരിക്കും? ഈ ഫോറസ്റ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ ഓരോ പീരീഡ് ഓഫ് ടൈം ഓരോ വിന്റർ ടൈമിന് മുന്നേ ഒരു ലാർജ് ഗ്രീൻ കവർ കൊണ്ടുവരണമെന്ന് പറയാറുണ്ടായിരുന്നു. ബട്ട് റീസെൻ്റ് ആയിട്ട് ഡൽഹിയിൽ നമുക്കറിയാം, ഡൽഹിയിൽ കുറച്ച് ടെർമോയിൽസും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഡൽഹി ഗവൺമെന്റ് ലെഫ്റ്റനന്റ് ഗവർണറുള്ള കാര്യങ്ങളൊക്കെ ഇൻ പൊളിറ്റിക്കൽ ഫ്രണ്ടിൽ കുറച്ച് ഇഷ്യൂസ് ഒക്കെ നടന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഗ്രീൻ കവർ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഡൽഹി ഗവൺമെന്റിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, സോ എന്തിനാണ് ഡൽഹിയിലുള്ള ഈ ഒരു ഗ്രീൻ കവർ? നമ്മളിത് മെയിൻസിലൊക്കെ എഴുതുന്ന സമയത്ത് നമുക്ക് ഡൽഹി പൊല്യൂഷൻസിനെ പറ്റിയൊക്കെ ചോദിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. ഡൽഹിയിലെ ഫോറസ്റ്റ് കവർ ഇൻക്രീസ് ചെയ്യണം, അതിനുവേണ്ടി സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് അവർ ചെയ്തില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ ആർട്ടിക്കിൾസിൽ വേറെ എയർ പൊല്യൂഷൻസോ അല്ലെങ്കിൽ കാർബൺ സീക്വസ്ട്രേഷനോ വേറെ ഒന്നും പറയുന്നില്ല. ജസ്റ്റ് ഡൽഹിയിൽ ഫോറസ്റ്റ് കവർ കുറഞ്ഞത് കൊണ്ട് സുപ്രീം കോടതി ചീത്ത പറഞ്ഞു, ആ ഒരു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ആർട്ടിക്കിൾ, കോൺട്രാറി ടു ക്രിറ്റിസിസം ഇൻഡസ്ട്രിയൽ സെക്ടർ ഈസ് ഗ്രോയിങ് അറ്റ് എ ഫാസ്റ്റ് പേസ്, നിതി ആയോഗ് CEO. അപ്പം ഈ ഒരു ആർട്ടിക്കിൾസിൽ റീസെൻ്റ് ആയിട്ട് നമുക്ക് പീരിയോഡിക് ലേബർ സർവേ റിപ്പോർട്ട് തന്നെയാണ് അല്ലേ, പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ PLF എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു റിപ്പോർട്ട് റീസെൻ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റിപ്പോർട്ട് എന്താണെന്ന് നോക്കുക, ആരാണ് പബ്ലിഷ് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കുക. അതാണ് പ്രിലിംസിൽ ചോദിക്കുന്നത്. അപ്പോൾ ഈ PLF-ന്റെ അകത്ത് റീസെൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം,
ഇന്ത്യയുടെ ഒരു എക്കണോമിക് ഗ്രോത്ത് അല്ലെങ്കിൽ എസ്പെഷ്യലി എന്താണ് ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ റീജിയനിലൊക്കെ ഗ്രോത്ത് വളരെ വളരെ കുറവാണെന്നാണ് PLFSന്റെ അത് പറഞ്ഞിട്ടുള്ളത്. ബട്ട് ആക്ച്വലി റീസെന്റ് ആയിട്ട് ഇപ്പോൾ നിതി ആയോഗ് CEO പുതിയ റിപ്പോർട്ട് പ്രകാരം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം, ദാറ്റ് മീൻസ് നിതി ആയോഗിന്റെ റിപ്പോർട്ട് പ്രകാരം പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയിൽ എക്കണോമിക് ഗ്രോത്ത് നല്ല ഒരു ഗ്രോത്ത് സ്റ്റേജിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. PLF പറയുന്ന പോലെയല്ല. അപ്പോൾ അത് രണ്ടും കോൺട്രാഡിക്ഷൻ ആണ്. ബിക്കോസ് PLF റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റിന് കുറ്റം പറഞ്ഞിട്ടാണ് പറയുന്നത്. ബട്ട് ഇദ്ദേഹം പറയുന്നത് അങ്ങനെയല്ല ആക്ച്വൽ തിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ PLF എടുത്തിരിക്കുന്ന പാരാമീറ്റേഴ്സ് എന്താണ് നമുക്ക് നോക്കണം. അപ്പോൾ PLF എടുത്തിരിക്കുന്ന പാരാമീറ്റേഴ്സ് അഗ്രി സെക്ടറിനെ PLF എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ കാൽക്കുലേഷൻസിന് വേണ്ടി എടുക്കുന്ന സമയത്ത് അഗ്രികൾച്ചർ സെക്ടറിനെയും കൂടി PLF എടുത്തത് കൊണ്ട് അഗ്രികൾച്ചറിനകത്തുള്ള സ്റ്റാഗ്നേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ഡീ ഗ്രോത്ത് കണ്ടീഷൻസ് PLFൽ റിഫ്ലക്റ്റ് ആയി വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് PLFൽ എക്കണോമിക് ഗ്രോത്ത് കുറവാണെന്ന് പറഞ്ഞത്. ബട്ട് നിതി ആയോഗിനകത്ത് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ സൈഡ് അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എടുത്തിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിയർലി ഇൻഫ്രാസ്ട്രക്ചർ സൈഡുകൾ മാത്രമേ, ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോത്ത് മാത്രമേ നിലവിലുള്ള നിതി ആയോഗിന്റെ റിപ്പോർട്ടിൽ പറയുന്നുള്ളൂ. ഓക്കെ, എസ്പെഷ്യലി പറയുകയാണെങ്കിൽ മാനുഫാക്ചറിങ് സെക്ടർ. അപ്പോൾ ഈ മാനുഫാക്ചറിങ് സെക്ടേഴ്സിനകത്ത് സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിൽ ഒരു ഗ്രോത്ത് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ജോബ് ഗ്രോത്ത്. ദാറ്റ് മീൻസ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഒക്കെ കുറക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തിനെ അപേക്ഷിച്ച് 7.3 ഗ്രോസ് വാല്യൂ അഡിഷൻസ് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇൻ മാനുഫാക്ചറിങ് സെക്ടേഴ്സിൻ്റെ അകത്ത്. ഓക്കെ, സോ എസ്പെഷ്യലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ സെക്ടറിലാണ് ഈ ഒരു ഗ്രോത്ത് അച്ചീവ് ചെയ്തതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ലൈക്ക് മാനുഫാക്ചറിങ് ഓഫ് ബേസിക് മെറ്റൽസ്, കോക്ക് ആൻഡ് റിഫൈൻഡ് പെട്രോളിയം പ്രൊഡക്ട്സ്, ഫുഡ് പ്രൊഡക്ട്സ്, കെമിക്കൽ പ്രൊഡക്ട്സ്. സോ ഈ ഒരു സെക്ടേഴ്സിൻ്റെ അകത്താണ് ഒരു ഗ്രോത്ത് അച്ചീവ് ചെയ്തതെന്ന് അദ്ദേഹം പറയുന്നത്. പ്രീ പാൻഡമിക് ലെവൽ അല്ലെങ്കിൽ പാൻഡമിക് ലെവലിൽ, നമ്മുടെ പാൻഡമിക്കിന് മുന്നേ നമുക്കറിയാം, പാൻഡമിക് വന്നതിന് ശേഷമാണ് ഒരു എക്കണോമിക് സ്റ്റാഗ്നേഷൻ വന്നത്. പാൻഡമിക്കിന് മുന്നേ ഉള്ള സെയിം കണ്ടീഷൻസിൽ നമ്മൾ തിരിച്ച് നമ്മുടെ മാനുഫാക്ചറിങ് സെക്ടർ എത്താൻ പോവുകയാണ്. നമ്മൾ നോക്കേണ്ട കാര്യം PLF എന്താണെന്നുള്ള കാര്യങ്ങൾ നോക്കുക. ഇന്ത്യയുടെ ഒരു എക്കണോമിക് ഗ്രോത്ത് ഇൻ മാനുഫാക്ചറിങ് സെക്ടർ ആൻഡ് ഇൻ അഗ്രി സെക്ടർ എങ്ങനെയാണ് ഗ്രോത്ത് എന്നുള്ള കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുക. മെയിൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 GS പേപ്പർ 2, 1, 1, 3 ഏതിൽ വേണമെങ്കിലും വരാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ, സോ ഈ ഒരു സെക്ടറിൻ്റെ അകത്ത് കോൺട്രിബ്യൂട്ടറി ആയിട്ടുള്ള സ്റ്റേറ്റുകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തമിഴ്നാട്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഉത്തർപ്രദേശ് ആൻഡ് കർണാടക, അതായത് നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിലുള്ള സ്റ്റേറ്റുകളാണ് കൂടുതൽ കോൺട്രിബ്യൂഷൻസ് നൽകുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ആ ഒരു കാര്യങ്ങൾ മാത്രം നോക്കുക. ഒരു കോൺട്രാഡിക്ഷൻ ആണ്. PLF പറഞ്ഞ് സെൻട്രൽ ഗവൺമെന്റിന് കുറ്റം പറയുന്ന രീതിയിലായിരുന്നു പറഞ്ഞത്. അതിന് നേരെ കോൺട്രാഡിക്റ്റ് ആയിട്ട് നിതി ആയോഗ് CEO പറയാണ് അല്ല, ആക്ച്വൽ ഗ്രോത്ത് ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഒരു ഫിലോസഫിക്കൽ ടച്ചുള്ള ആർട്ടിക്കിളാണ്. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ മാത്രം വായിച്ചാൽ മതി. അനാലിസിസ് ടു ആക്ഷൻ, ഷുഡ് ക്ലൈമറ്റ് സയന്റിസ്റ്റ് എൻഗേജ് ഇൻ ആക്ടിവിസം. ദാറ്റ് മീൻസ് ആക്ടിവിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. കാരണം ക്ലൈമറ്റ് ചേഞ്ച്, എസ്പെഷ്യലി ക്ലൈമറ്റ് ചേഞ്ച് ആക്ടിവിസ്റ്റുകൾ ഇൻ ഗ്ലോബൽ ലെവൽ അല്ലെങ്കിൽ ഓർ ഇൻ ഇന്റർനാഷണൽ ലെവലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഇത്തരത്തിൽ കുറച്ച് ആക്ടിവിസം പരിപാടികളിലേക്ക് പോകുന്നുണ്ട്. ദാറ്റ് മീൻസ് അവർക്കുള്ള ഇഷ്യൂസുകളും അവർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസുകളും, സോ അതുമായി ബന്ധപ്പെട്ട് അവർ ആക്ടിവിസ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ആക്ച്വലി ഈ സയന്റിസ്റ്റുകൾ നമുക്ക് പുതിയ സയന്റിഫിക് മെത്തേഡ്സിൽ കണ്ടെത്താന്നുള്ളതാണ്. സോ അതാണ് ഇവിടെ ക്വസ്റ്റ്യൻ മാർക്കാണ് ചോദിച്ചിട്ടുള്ളത്. അനാലിസിസ് ടു ആക്ഷൻ, ഷുഡ് ക്ലൈമറ്റ് ആക്ടിവിസ്റ്റ് എൻഗേജ് ഇൻ ആക്ടിവിസം. അവർ ഇത്തരം ആക്ടിവിസ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? അവർ സയന്റിസ്റ്റുകളല്ല, അവരല്ലേ മുന്നോട്ടേക്ക് പുതിയ ക്ലൈമറ്റ് ചേഞ്ച് മോഡൽസുകളൊക്കെ കൊണ്ടുവരേണ്ടതും. അങ്ങനെയുള്ള ഒരു ഫിലോസഫിക്കൽ ടച്ചിൽ പോകുന്ന ആർട്ടിക്കിളാണ്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ചിലപ്പോൾ നിങ്ങൾക്ക് essay പേപ്പേഴ്സിനൊക്കെ ചിലപ്പോൾ ഉപകാരപ്പെടുന്ന ആർട്ടിക്കിളായിരിക്കും. ഓക്കെ, മൂവിങ് ഓൺ ടു എഡിറ്റോറിയൽ പേജസ്. So first article, having private participation in India's nuclear energy. അപ്പം കറന്റ് നമുക്ക് ന്യൂക്ലിയർ സെക്ടറിൽ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഇല്ല. നമുക്ക് എല്ലാ സെക്ടേഴ്സിനകത്തും പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ പോലും, ഇവൻ ദോ സ്പേസ് സെക്ടറിലാണെങ്കിൽ നമ്മൾ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ വന്നിട്ടുണ്ടായിരുന്നു 2014 ശേഷമുള്ള ഗവൺമെന്റ് കാലഘട്ടത്തിൽ. അപ്പം ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള എനർജിയാണ്, മിസ്യൂസ് ചെയ്യപ്പെടാനും സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. സോ അതിൽ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് സെൻട്രൽ ഗവൺമെന്റ്. ഓക്കെ, സോ എങ്ങനെയാണ് ഏത് സെക്ടറിലേക്കാണ് നോക്കുന്നുണ്ടെങ്കിൽ പേരുകൾ ഓർത്തിരിക്കുക. ഭാരത് സ്മോൾ റിയാക്ടേഴ്സ് ആൻഡ് ഭാരത് സ്മോൾ മോഡുലാർ റിയാക്ടേഴ്സ്. ഈ പേരുകൾ നന്നായിട്ട് ഓർത്തിരിക്കുക. പ്രിലിംസിന് ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേരുകളായിരിക്കും. BSR ആൻഡ് BSMR, ഭാരത് സ്മോൾ റിയാക്ടേഴ്സ് ആൻഡ് ഭാരത് സ്മോൾ മോഡുലാർ റിയാക്ടേഴ്സ്. സോ ഈ ഒരു സെക്ടേഴ്സിൻ്റെ അകത്തേക്ക്, ദാറ്റ് മീൻസ് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ കംപ്ലീറ്റ്ലി നമ്മുടെ ന്യൂക്ലിയർ ആംസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ന്യൂക്ലിയർ
വെപ്പൺസ് ക്രിയേറ്റ് ചെയ്യുന്നത് അതിലേക്ക് ഉപയോഗിക്കുന്നില്ല. ഇത്തരം ചെറിയ ചെറിയ റിയാക്ടേഴ്സിൻ്റെ അകത്ത് ന്യൂക്ലിയർ പാർട്ടിസിപ്പേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി ജനറേഷൻ ആവശ്യമായിട്ടുള്ള ന്യൂക്ലിയർ പ്ലാന്റുകൾ കൊണ്ടുവരാൻ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ അനുവദിക്കും. ഇത്തരം ചെറിയ ചെറിയ റിയാക്ടേഴ്സിൻ്റെ അകത്തുള്ള പാർട്ടിസിപ്പേഷൻ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ അറ്റോമിക് എനർജി ആക്ട് ഓഫ് 1962 നമുക്ക് മുന്നേ ആദ്യമായിട്ടുണ്ടായിരുന്ന ആക്ട് ആയിരുന്നു അറ്റോമിക് എനർജി ആക്ട് ഓഫ് 1962. സോ ഈ ഒരു ആക്ടിൻ്റെ അകത്ത് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, നമുക്ക് വേൾഡ് ഓവറുള്ള ഇഷ്യൂസുകളൊക്കെ ഉണ്ടായിരുന്നു. ഹിരോഷിമ അതൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമയത്തായിരുന്നു ആ ഒരു ആക്ട് കൊണ്ട് തന്നെ ഉണ്ടായിരുന്നു. സോ ഇന്ത്യ ഗവൺമെന്റിന്റെ ആ ഒരു ആക്ട് പ്രകാരം അറ്റോമിക് എനർജി ആക്ട് ഓഫ് 1962 പ്രകാരം ഒരു തരത്തിലുള്ള പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഉണ്ടാവാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബട്ട് അതിനുശേഷം 1987 അത് അമെൻഡ് ചെയ്തതിനു ശേഷം വീണ്ടും അറ്റോമിക് എനർജി അമെൻമെന്റ് ആക്ട് കൊണ്ടുവന്നു. ഓക്കെ, 1987 അമെൻഡ് ചെയ്തതിനു ശേഷം പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഓക്കെ, എവിടെയാണ് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ കൊണ്ടുവരുന്നത്? എസ്പെഷ്യലി ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ മാനുഫാക്ചറിങ് സെക്ടേഴ്സിൻ്റെ അകത്തോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ജനറേഷൻ സെക്ടറിൻ്റെ അകത്തോ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ഒക്കെ ഉപയോഗിക്കാം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ അതാണ് ഈ ഒരു ആർട്ടിക്കിൾ ക്രക്സ് പോയിന്റ്. പിന്നെ ബാക്കി അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി ആൻഡ് ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് കറന്റ്ലി ഹാവ് ഓവർആർക്കിംഗ് കൺട്രോൾ ഓവർ ദ ന്യൂക്ലിയർ എനർജി ഇൻഫ്രാസ്ട്രക്ചർ. അപ്പം നിലവിൽ നമ്മുടെ ഇന്ത്യയിലുള്ള ന്യൂക്ലിയർ എനർജി കംപ്ലീറ്റ് ഇൻഫ്രാസ്ട്രക്ചേഴ്സിനകത്തുള്ള കൺട്രോൾ ആർക്കാണ്? ഒന്നാമത്തെ കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി, ദെൻ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് NPCIL. ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റാണ് കംപ്ലീറ്റ് നമ്മുടെ ന്യൂക്ലിയർ സെക്ടറിനെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഗവൺമെന്റ് എംഫസൈസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അറൗണ്ട് 32 ഗിഗാവാട്ട്സ് വരെ നമുക്ക് ന്യൂക്ലിയർ പവർ പ്ലാന്റിലൂടെ പവർ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് നമുക്ക് പവർ ജനറേഷൻ ഇന്ത്യയിൽ വളരെ വളരെ കുറവാണെന്നാണ് പറയുന്നത്. ഓക്കെ, ബട്ട് എന്നിരുന്നാൽ പോലും ഇത്തരം പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഒരു കൺഡ്യൂസീവ് ആയിട്ടുള്ള ഒരു റെഗുലേറ്ററി ഫ്രെയിം വർക്ക്, ഇവിടുത്തെ നാഷണൽ ലെവലിൽ ഒരു കൺഡ്യൂസീവ് ആയിട്ടുള്ള റെഗുലേറ്ററി ഫ്രെയിം വർക്ക് കൊണ്ടുവരണം. പ്രൈവറ്റ് പ്ലേയേഴ്സിനെ ഡയറക്റ്റ്ലി നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ബിക്കോസ് അവർക്ക് എവിടെ നിന്നൊക്കെയാണ് ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്, ഏതൊക്കെ രാജ്യങ്ങളെ സപ്പോർട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് വ്യക്തമായിട്ടുള്ള കീ ഫ്രെയിം വർക്ക് ആവശ്യമായിട്ടുണ്ട്. നമ്മുടെ ചെർണോബിൽ ഡിസാസ്റ്റർ ഓഫ് 1986, അതുപോലെ തന്നെ ഫുക്കുഷിമ ഡൈച്ചി ആക്സിഡന്റ് ഓഫ് 2011, ഇതൊക്കെ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ കുറച്ച് കെയർഫുൾ ആയിട്ട് ചെയ്യണം എന്നാണ് ഈ ആർട്ടിക്കിൾസിൽ പറയുന്നത്. ഓക്കെ, മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ആർട്ടിക്കിൾ, ഇന്ത്യ സിൽവർ ഡിവിഡൻഡ്സ് ചലഞ്ച് ടു ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ഈ ആർട്ടിക്കിൾ വരുന്നതിന് മുന്നേ ഈ വർഷം നടന്നിരിക്കുന്ന മെയിൻസ് എക്സാമിനേഷൻ്റെ അകത്ത് ഡെമോഗ്രാഫിക് വിൻഡർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് നൽകിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം പല ആളുകൾക്കും എന്താണ് ഡെമോഗ്രാഫിക് വിൻഡർ എന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. സോ അതേപോലെയുള്ള ഒരു ടേം ആണ് ഇവിടെ നമുക്ക് സിൽവർ എക്കണോമി എന്ന് പറയുന്നത്. അപ്പോൾ സിൽവർ എക്കണോമി എന്ന് പറയുന്നത് ബേസിക്കലി ഓൾഡ് ഏജ് പോപ്പുലേഷൻസ്, അതായത് വയസ്സായ സീനിയർ സിറ്റിസൺസ് ആയിട്ടുള്ള ആളുകളുടെ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ. നമുക്കറിയാം ഓൾഡ് ഏജ് ആയിട്ടുള്ള ആളുകൾ വീട്ടിലിരിക്കുകയായിരിക്കും അല്ലേ, അവിടെ എന്നിരുന്നാൽ പോലും അവർക്ക് തന്നെ ഒരു എക്കണോമിക് ഗ്രോത്ത് അച്ചീവ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. സോ ഇതിനാണ് നമ്മൾ സിൽവർ എക്കണോമി എന്ന് ബേസിക്കലി പറയുന്നത്. സോ ആ ടേം മനസ്സിലാക്കുക. സിൽവർ എക്കണോമി എന്ന് കേട്ട് കഴിഞ്ഞാൽ ഓൾഡ് ഏജുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളും അവരുടെ കോൺട്രിബ്യൂഷൻസ് ആണ്. ഈ പ്രാവശ്യം ഡെമോഗ്രാഫിക് വിൻഡർ വന്നതുകൊണ്ട് ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ്. ഓക്കെ, സോ ഇത്തരത്തിലുള്ള പോയിന്റുകൾ ചിലപ്പം ചോദിക്കാം. അപ്പോൾ ഇവിടെ ആർട്ടിക്കിൾസിൽ പറയുന്നത് ഇന്ത്യ സിൽവർ ഡിവിഡൻഡ് ചലഞ്ച് ടു ഓപ്പർച്യൂണിറ്റി. ഓക്കെ, ദാറ്റ് മീൻസ് സീനിയർ സിറ്റിസൺസിനെ എങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ത്യ ആൻഡ് ചൈന ബന്ധങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഇന്ത്യ ഒരു ഏജിങ് പോപ്പുലേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലുള്ള മെജോറിറ്റി 90% ഓഫ് യൂത്ത് ഇന്ത്യയിൽ നിൽക്കുന്നില്ല, മറ്റ് രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. സോ ഇന്ത്യ ഒരു ഓൾഡ് ഏജ് ഹോമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പലപ്പോഴും പല ആർട്ടിക്കിൾസും നമ്മൾ കാണാറുണ്ട്. സോ അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഈ ഓൾഡ് ഏജ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു സിൽവർ, നമ്മൾ പറയല്ലോ സിൽവർ ജൂബിലി ആഘോഷം എന്നൊക്കെ പറയുന്ന പോലെ, അപ്പോൾ ഈ സിൽവർ എക്കണോമിയിൽ എങ്ങനെ ഗ്രോത്ത് കൊണ്ടുവരാമെന്നാണ് ഈ ആർട്ടിക്കിൾസിൽ പറയുന്നത്. സോ എസ്പെഷ്യലി ഫസ്റ്റ് ഓഫ് ഓൾ നോക്കേണ്ടത് അവർക്ക് ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആണ്. സോ ദാറ്റ് മീൻസ് ആ ഒരു സെഗ്മെന്റ് ഓഫ് പോപ്പുലേഷൻ, എസ്പെഷ്യലി ഒരു 50 വയസ്സ് കഴിഞ്ഞുള്ള പോപ്പുലേഷൻസിൻ്റെ അകത്ത് ഏകദേശം 7 ബില്യൺസ് ആണ് അവരുടെ ഹെൽത്ത് കെയർ കൺസെപ്ഷൻ മാത്രം, ഇന്ത്യയിൽ മാത്രം. ഓക്കെ, ഇന്ത്യയിൽ തന്നെ ഏകദേശം 1/3 ആളുകൾ ഓൾഡ് ഏജ് ആണെന്നാണ് ഈ ഒരു റിപ്പോർട്ടുകൾ പ്രകാരം പറയുന്നത്. അപ്പം ഏകദേശം 7 ബില്യൺസ് ഡോളേഴ്സ് എന്തിന് ഇവരുടെ ഹെൽത്ത് കൺസെപ്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അവരുടെ ഹെൽത്ത് കെയർ സെക്ടർസ് ആണ് നോക്കാനുള്ളത്. റെക്കഗ്നൈസിംഗ് മൾട്ടി സെക്ടറൽ അറ്റൻഷൻ ഇൻവോൾവിംഗ് ഹെൽത്ത്, സോഷ്യൽ, എക്കണോമിക്, ഫിനാൻഷ്യൽ
and above all digital domains towards mainstream the elderly within the evolving environment. That means അവരുടെ ഹെൽത്ത് കെയർ സെക്ടർ നോക്കണം, അതുപോലെ തന്നെ അവർക്കുള്ള സോഷ്യൽ സ്റ്റിഗ്മാസുകളും കാര്യങ്ങളൊക്കെ പരിഗണിക്കണം. അതിനേക്കാൾ ഉപരി ഫിനാൻഷ്യൽ ഇൻക്ലൂഷനും കാര്യങ്ങളും, അതിനേക്കാൾ ഉപരി അവർക്ക് ഡിജിറ്റൽ ഡൊമൈൻസിലുള്ള ഒരു പാർട്ടിസിപ്പേഷൻ നൽകണം എന്ന് പറയുന്നത്. ഡിജിറ്റൽ ഡൊമൈൻസിൽ പാർട്ടിസിപ്പേഷൻ മീൻസ് ഡിജിറ്റൽ സെക്ടേഴ്സിൻ്റെ അകത്ത് അവർക്ക് നല്ല രീതിയിലുള്ളൊരു നോളജ് ആവശ്യമായിട്ടുണ്ട്. ബിക്കോസ് ഗവൺമെന്റിന്റെ കംപ്ലീറ്റ് സെക്ടേഴ്സ് അവർക്ക് ലഭിക്കുന്നത് ജസ്റ്റ് ഒന്നുമില്ല, വയസ്സാളുകളെ മൊബൈൽ ഫോൺ പഠിപ്പിക്കണം, അല്ലെങ്കിൽ ലാപ്ടോപ്പ് പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ പഠിപ്പിക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളത്. അതിന് ഗവൺമെന്റിന് എന്തൊക്കെ ഇനിഷ്യേറ്റീവ് എടുക്കാം? ഗവൺമെന്റിന് ജസ്റ്റ് ലൈക്ക് ഹെൽത്ത് കെയർ സെക്ടറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ, അതുപോലെ തന്നെ ആയുഷ് പ്രോഗ്രാമാണ്. ഓക്കെ, ആയുർവേദ, യോഗ, നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ ആൻഡ് ഹോമിയോപ്പതി. സോ ഇതാണ് ആയുഷ് പ്രോഗ്രാം. അപ്പോൾ അവർക്ക് പ്രിവെന്റീവ് ആൻഡ് പ്രൊമോട്ടീവ്, ക്യൂറേറ്റീവ് ആൻഡ് റീഹാബിലിറ്റീവ് പ്ലാൻസുകൾ ആയുഷ് പ്രോഗ്രാമുകൾ കൊണ്ടുവരാം. അതായത് അവർക്ക് രോഗങ്ങൾ വരുന്നതിനോ അല്ലെങ്കിൽ അവരുടെ മറ്റ് വെൽബീയിങ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ, ക്യൂറേറ്റീവ് മെഷേഴ്സ് നൽകുന്നതിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ നൽകുന്നതിന് വേണ്ടിയിട്ടോ ആയുഷ് പോലത്തെ പ്രോഗ്രാംസ് അങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാമെന്നാണ് ഗവൺമെന്റ് പറയുന്നത്. ഓക്കെ, സോ ദെൻ വീണ്ടും ഹെൽത്ത് കെയറിലേക്കാണ് വരുന്നത്. ടെലി കൺസൾട്ടേഷൻ സർവീസസ്. എന്താണ് ടെലി കൺസൾട്ടേഷൻ സർവീസ് എന്ന് പറയുന്നത്? ജസ്റ്റ് ഒന്നുമില്ല, ഡോക്ടറെ ഫോൺ വിളിച്ച് കൺസൾട്ട് ചെയ്യാനുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ ടെലി കൺസൾട്ടേഷൻ സർവീസസ്, അതുപോലെ തന്നെ സ്കിൽഡ് വർക്ക് ഫോഴ്സ്, അവരുടെ കപ്പാസിറ്റി ബിൽഡിംഗ്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഓൾഡ് ഏജ് പീപ്പിൾസിന്റെ കപ്പാസിറ്റി ബിൽഡ് ചെയ്യുക. ബിക്കോസ് റിട്ടയർഡായി വീട്ടിലിരിക്കുന്നവരുമായിട്ട് അവരുടെ എക്സ്പെർട്ടൈസ് യൂസ് ചെയ്തുകൊണ്ട്, കാരണം സീനിയർ സിറ്റിസൻസ് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും, അവിടെ എക്സ്പെർട്ടൈസ് യൂസ് ചെയ്യുക ഇവൻ ദോ എക്കണോമിക് ഗ്രോത്തിന് ആവശ്യമായിട്ട്. പിന്നീട് അവർക്ക് ഫീൽ ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇൻസെക്യൂരിറ്റീസ് ഫോക്കസ് ചെയ്യാം. ഒരു പിയർ ഗ്രൂപ്പ് ഇൻട്രാക്ഷൻസ്, വീട്ടിലിരിക്കുന്നതിന് പകരമായിട്ട് ഒരു പിയർ ഗ്രൂപ്പ് ഇൻട്രാക്ഷൻസ് കൊണ്ടുവരാം. അറ്റ് ദ സെയിം ലെവൽ അവർക്ക് ലീഗൽ സേഫ് ഗാർഡ്സ്, ഇൻഹെറിറ്റൻസിന് ലീഗൽ സേഫ് ഗാർഡ്, അതായത് ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഈ ഓൾഡ് ഏജ് ഹോമിലൊക്കെ കൊണ്ടുപോകുന്നൊരു പ്രതീതി ഉണ്ട് ഇന്ത്യയിലൊക്കെ. സോ അവർക്ക് അതിന് ലഭിക്കുന്ന ഒരു ലീഗൽ സേഫ് ഗാർഡ്സ് എന്താണ്, ഇൻഹെറിറ്റൻസിന് ലഭിക്കുന്ന ഒരു സേഫ് ഗാർഡ്സുകൾ എന്താണ്, തുടങ്ങിയിരിക്കുന്ന ഇവൻച്വാലിറ്റീസിനെ പറ്റി അവരെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആൻഡ് പിയർ ഗ്രൂപ്പ് സെറ്റപ്പുകൾ നൽകാൻ ശ്രമിക്കുക. ഓക്കെ, സോ ഇന്ത്യയിൽ കഴിഞ്ഞൊരു വർഷം മാത്രമുള്ള കണക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾഡ് ഏജ് പോപ്പുലേഷൻസിന്റെ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് ഏകദേശം 73 crores ആണ്. 73,000 crores ആണ് അറൗണ്ട് എക്കണോമിക് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്, അവരുടെ ഒരു സിൽവർ എക്കണോമി. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ആ ഒരു സെക്ടറിൽ വരുന്ന ആളുകളെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഫോക്കസ് ചെയ്യണം എന്നാണ് ഈ ആർട്ടിക്കിൾസിൽ പറയുന്നത്. അതിനുവേണ്ടി ആസ് എ വേ ഫോർവേഡ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ rehabilitation of silver segment by launching schemes like senior able citizens for re-employment in dignity, sacred program, അതുപോലെ തന്നെ സേജ് പ്രോഗ്രാം തുടങ്ങിയിരിക്കുന്ന പ്രോഗ്രാമൊക്കെ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റിന്റെ ഭാഗമായിട്ട് ഇത്തരം പ്രോഗ്രാംസുകൾ ഇംപ്ലിമെന്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് സാക്രഡ് പ്രോഗ്രാം, സേജ് പ്രോഗ്രാംസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മെയിൻസിൽ കോട്ട് ചെയ്യാം. സോ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, സോ ഒരു ആർട്ടിക്കിൾ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഏകദേശം 250 വേർഡ്സ് എഴുതാനുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കണം. നെക്സ്റ്റ്, സ്റ്റഡി ബട്ട് സ്ലോ. സോ ഈ ഒരു ആർട്ടിക്കിൾ റീസെൻ്റ് ആയിട്ട് നാസയുടെ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് പോളാർ എക്സ്പ്ലോറേഷൻ റോവർ, അതായത് വോളറ്റൈൽസ് ഇൻവെസ്റ്റിഗേഷൻ പോളാർ എക്സ്പ്ലോറേഷൻ റോവർ എന്ന് പറയുന്ന വൈപ്പർ പ്രോഗ്രാം, അതായത് മൂണിൽ പോയിട്ടുള്ള എക്സ്പ്ലോറേഷൻ പ്രോഗ്രാമാണ്. സോ ആ ഒരു പ്രോഗ്രാം റീസെൻ്റ് ആയിട്ട് നാസ ക്യാൻസൽ ചെയ്തു. ഇപ്പോൾ നാസ എങ്ങനെയാണ് ലോഞ്ച് ഉദ്ദേശിച്ചിരിക്കുന്നത്? നമ്മൾ സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ റോക്കറ്റ് മുഖേനയാണ് ഇത് ഡിപ്ലോയ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ആസ്ട്രോ റോബോട്ടിക് ഗ്രിഫിൻ ലാൻഡർ. അപ്പോൾ ആസ്ട്രോ റോബോട്ടിക് ഗ്രിഫിൻ ലാൻഡർ എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്നുമില്ല, 4 ഒരു ഹൈഡ്രോളിക് പ്രഷറിലുള്ള ലാൻഡുകളാണ്. അപ്പം ഒരു സോഫ്റ്റ് ലാൻഡിങ്ങിന് വേണ്ടിയുള്ള ഗ്രിഫിൻ ലാൻഡേഴ്സും അതുപോലെ തന്നെ സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ ഹെവി റോക്കറ്റ് വെച്ചിട്ടാണ് ഡിപ്ലോയ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു മിഷൻ ഓർത്തിരിക്കുക, വൈപ്പർ മിഷൻ എന്ന വൈപ്പർ നാസയാണ് ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. കാരണം ചോദിക്കുന്ന ചോദ്യങ്ങൾ വെച്ചാൽ ഫോർ എക്സാമ്പിൾ വൈപ്പർ ഈക്വൽ ടു നാസ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ, സോ ഇങ്ങനെയൊക്കെ വരാം. അപ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് ഏതാണ് ലിങ്ക് ചെയ്യാൻ പറ്റും, അങ്ങനെയാണ് UPSC ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുന്നത് പ്രിലിംസിന്. ഓക്കെ, സോ അത് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ നോക്കാം. നമുക്കിനി നെക്സ്റ്റ് ഇന്ത്യൻ കണ്ടീഷൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നാസ ഉപേക്ഷിച്ചു. ഇപ്പം നാസ ദാറ്റ് മീൻസ് US നിന്ന് പുറകിലോട്ട് പോകാന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആരവിടെ കടന്നു വരും? ചൈന ഒരു പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ചൈനക്ക് ആ ഒരു ഏരിയ യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. പിന്നെ ഇതിൽ ഇന്ത്യൻ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ചന്ദ്രയാൻ 3 വളരെ സക്സസ്ഫുൾ ആയി ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം
നമ്മുടെ യൂണിയൻ ക്യാബിനറ്റ് ചന്ദ്രയാൻ 4 വേണ്ടി അപ്രൂവൽ നൽകിയിട്ടുണ്ട്. ഓക്കെ, ചന്ദ്രയാൻ 4 എന്ന് പറഞ്ഞത് ചന്ദ്രയാൻ 3 പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയിട്ട് അവിടെയുള്ള ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്യാം. ഇവൻ നമ്മൾ ഡാർക്ക് സൈഡിലേക്ക് സോഫ്റ്റ് ലാൻഡിങ് നടത്തിയിരിക്കുന്ന രാജ്യമായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് എലൈറ്റ് ആയിട്ടുള്ള രാജ്യങ്ങളുടെ കൂട്ടത്തിലേക്ക് സ്പേസ് എക്സ്പ്ലോറേഷൻ്റെ അകത്ത് ഇന്ത്യ കടന്നു വരാനുള്ള സാഹചര്യം എത്തിയിട്ടുണ്ട്. ബിക്കോസ് ഡാർക്ക് സൈഡിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയിരിക്കുന്ന മൂന്നാമത്തെ കൺട്രിയാണ് നമ്മുടെ. സോ നമ്മൾ ചന്ദ്രയാൻ 4 പറഞ്ഞിരിക്കുന്ന പ്രോഗ്രാം അവിടെ പോവുക, സാമ്പിൾസ് കളക്ട് ചെയ്യുക, റിട്ടേൺ ചെയ്യുക. ഇതുവരെ സാമ്പിൾസ് അവിടെ നിന്ന് കളക്ട് ചെയ്ത് അനലൈസ് ചെയ്ത് ഡാറ്റാസുകൾ മാത്രമേ നമുക്ക് അയച്ചിട്ടുള്ളൂ. അവിടെ പോയിട്ട് ഡാറ്റാസ് കളക്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് തിരിച്ച് വരിക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ അതാണ് ഈ ആർട്ടിക്കിൾസിൽ നോക്കാനുള്ളത്. ചന്ദ്രയാൻ 4 ഒരു ഇനീഷ്യൽ സ്റ്റേജ് ആണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ഒരു ആർട്ടിക്കിൾ, ന്യൂ സയൻസ് അവാർഡ്സ് ഓൾഡ് പൊളിറ്റിക്കൽ പ്രൊജക്ട്. ഇത് നമുക്ക് റീസെൻ്റ് ആയിട്ട് സെൻട്രൽ ഗവൺമെൻറ് നൽകുന്ന സയൻസ് പ്രൊജക്റ്റുകൾക്ക് നൽകുന്ന പുരസ്കാരങ്ങൾ അല്ലെങ്കിൽ അതിന് നൽകുന്ന അവാർഡുകൾ, അതിനൊരു പേരുമാറ്റം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം എന്ന് മാറ്റുന്ന RVP എന്ന പേരിലേക്ക് അത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, പണ്ട് സയൻറ്റിസ്റ്റിനൊക്കെ നൽകുന്ന ഒരു പേര് നമ്മൾ കംപ്ലീറ്റ്ലി ഒരു ഹിന്ദുത്വ അല്ലെങ്കിൽ ഒരു സംസ്കൃത് വേർഡ്സിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പം സയൻസ് മേഖലയിലുള്ള ആളുകൾക്ക് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം നൽകാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ അതിൽ ചെറിയ അമെൻമെന്റുകൾ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു പുരസ്കാരം കൊണ്ടുവന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ആർക്കാണ് കൂടുതൽ, യൂണിയൻ ഗവൺമെന്റിന് കൂടുതൽ വെയിറ്റേജ് നൽകുകയാണ് ചെയ്യുന്നത്. യൂണിയൻ ഗവൺമെന്റ് ആണ് കൂടുതൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പം ഈ പുരസ്കാരങ്ങൾ എങ്ങനെ നൽകണം, ആർക്കൊക്കെ നൽകണം എന്നുള്ളത്. അപ്പം റീസെൻ്റ്ലി ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് സയൻറ്റിസ്റ്റുകൾ ഈ ഒരു ലിസ്റ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ മെയിൻ കാര്യം, ആ സയൻറ്റിസ്റ്റുകൾ ഒരു കാലത്ത് ഈ ഗവൺമെൻറ്റിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദാറ്റ് മീൻസ് ഈ ആർട്ടിക്കിൾ പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ കുറ്റം പറഞ്ഞുള്ള ആർട്ടിക്കിളാണ്. സോ നമുക്ക് ഡയറക്റ്റ് ഒരിക്കലും ആൻസറിൻ്റെ അകത്ത് എഴുതി വെക്കാൻ പാടില്ല. ബട്ട് ജസ്റ്റ് അറിഞ്ഞിരുന്നോളൂ ഇങ്ങനത്തെ ഒരു കാര്യം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഗവൺമെൻറ്റിനെതിരെയാണ് ഈ ആർട്ടിക്കിൾ പറയാൻ പോകുന്നത്. അപ്പോൾ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം കൊണ്ടുവന്ന സമയത്ത് ഗവൺമെൻറ്റിന് കൂടുതൽ പവർ കൊടുക്കുന്നു, ഓൾറെഡി ലിസ്റ്റിലുള്ള ആളുകളെ പുറത്താക്കുന്നു. ഈ ലിസ്റ്റിലുള്ള ആളുകളൊക്കെ ആക്ച്വലി ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളൊക്കെയാണ്. സോ അതിന് ക്രിറ്റിസിസം ഇന്ത്യയിൽ നടക്കുന്നു. ഓക്കെ, സോ അതാണ് ഈ ആർട്ടിക്കിൾസിൽ ജസ്റ്റ് പറഞ്ഞു പോകുന്നത്. സോ ഇവൻ ദോ അക്കാദമിക് ഏരിയാസിൻ്റെ അകത്തേക്ക് ഗവൺമെൻറ്റിൻ്റെ ഒരു ഇൻ്റർവെൻഷൻസ് എങ്ങനെയാണ്, അതിന് ലാസ്റ്റ് ആൻഡ് ഫൈനൽ പറയുന്നത് ഇത്തരം അവാർഡുകൾ സെൻട്രൽ ഗവൺമെന്റ് നടത്തുന്നതിന് പകരമായിട്ട് അതിന് സ്പെഷ്യൽ ആയിട്ടുള്ള ടീം, ദാറ്റ് മീൻസ് ഫോർ എക്സാമ്പിൾ അനുസാദൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ, ഇനി ആ ഒരു ടീം ഇനി നമുക്ക് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ആ ഒരു ടീമിനാണ് ഈ ഒരു പ്രോഗ്രാംസ് ഒക്കെ നൽകാൻ പോകുന്നത്. ഗവൺമെന്റ് എടുക്കുന്നു, പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് ഗവൺമെന്റ് ഏതെങ്കിലും കമ്മിറ്റി കൊടുക്കുക. ഇവിടെ ഇനി മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് അനുസാദൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ ആയിരിക്കും ഇത്തരം അവാർഡുകൾ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, സോ രാഷ്ട്രീയ വിജ്ഞാന പുരസ്കാരം ഈ അനുസാദൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ എന്താണെന്നുള്ള കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. ദെൻ നിലവിൽ നടക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂസുകളും ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ദെൻ അഗെയിൻ ഒരു ഫിലോസഫിക്കൽ ടൈപ്പ് ആർട്ടിക്കിളാണ് ഓൺ ജെൻഡർ പെർഫോമിറ്റി, ഹൗ ഇറ്റ് ചലഞ്ചസ് ദ ജെൻഡർ ബൈനറി. സോ ഈ ആർട്ടിക്കിൾസിൽ പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ഒരു ജെൻഡർ പ്രഡിക്ഷൻസ് നടത്തുന്നത്. ഓക്കെ, ഇവൻ ദോ ഡ്രസ്സിങ്ങിലാണെന്നുണ്ടെങ്കിലും ഇവൻ ദോ ഒരു ഹെയർ നീട്ടി വളർത്തുന്നതിലാണെന്നുണ്ടെങ്കിൽ പോലും കറക്റ്റ് ഒരു ജെൻഡർ നോംസ് ഫോക്കസ് ചെയ്യുന്നതാണ് ഇവൻ ദോ നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത്, എസ്പെഷ്യലി ഇൻ ഇന്ത്യൻ കണ്ടീഷൻസിലേക്ക്. അപ്പം അതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് പോകുന്നത് എങ്ങനെയാണ് ഒരു ജെൻഡർ നോംസ് നമ്മൾ ഫിക്സ് ചെയ്യുന്നുള്ള കാര്യം. ഓക്കെ, സോ ഇതിൽ വളരെ സിമ്പിൾ ടേംസിൽ അവർ പറഞ്ഞ കാര്യമുണ്ട്, ജെൻഡർ എസെൻഷ്യാലിസം ആൻഡ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. അപ്പം ജെൻഡർ എസെൻഷ്യാലിസം എന്ന് പറഞ്ഞിരിക്കുന്നത് ബേസിക്കലി ബയോളജിക്കൽ ആസ്പെക്ട്സിലാണ്. ദാറ്റ് മീൻസ് നമ്മുടെ DNA, സെക്സ് ക്രോമോസോംസ് തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ജെൻഡർ എസെൻഷ്യാലിസത്തിൽ പറയുന്നത്. ബട്ട് രണ്ടാമത് പറഞ്ഞാൽ സോ അങ്ങനെയാണ് ജെൻഡർ പ്രഡിക്ഷൻസ് അല്ലെങ്കിൽ ജെൻഡർ നോംസ് അല്ല ജെൻഡർ ഡിഫറൻസിയേഷൻ നടത്തുന്നത്. സോ രണ്ടാമത് പറഞ്ഞൊരു വേർഡാണ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. ദാറ്റ് മീൻസ് നമ്മുടെ സൊസൈറ്റി ഓവർ എ പീരീഡ് ഓഫ് ഇവോൾവ് ചെയ്യുന്ന സമയത്ത് പറയുന്നൊരു കാര്യം, ഈ ജെൻഡർ ഇങ്ങനെയായിരിക്കണം. ഓക്കെ, ദാറ്റ് മീൻസ് എസ്പെഷ്യലി ഇന്ത്യൻ കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇപ്പം പെൺകുട്ടികൾ മുടി നീട്ടി വളർത്തിയിരിക്കണം, നീട്ടി വളർത്തണമെന്നല്ല, അവർ മുടി നീട്ടി വളർത്തിയാൽ പോലും അവർ മുടി കെട്ടി വരണം. ഇനി ഇൻ കേസ് ബോയ്സ് എങ്ങാനും മുടി നീട്ടി വളർത്തി കഴിഞ്ഞാൽ വളരെ ട്രോമാറ്റിക് കണ്ടീഷൻസ് അവർ അനുഭവിക്കേണ്ടി വരും. ഓക്കെ, സ്റ്റിഗ്മാസുകൾ സൊസൈറ്റിയിൽ ഉണ്ടായിരിക്കും. സോ അത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് ഇതാണ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. എസ്പെഷ്യലി നിങ്ങൾ ഈ ഒരു ജെൻഡറാണ്, നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ മാത്രമേ ഫോക്കസ് ചെയ്യൂ എന്നുള്ള പറയുന്ന കാര്യങ്ങളാണ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത്.
ഓക്കെ, ഞാൻ ഈ 2 വേർഡ്സുകൾ മാത്രം പരിചയപ്പെടുത്താമെന്ന് മാത്രമേ ഈ ആർട്ടിക്കിൾ ഉദ്ദേശിച്ചുള്ളൂ. ബാക്കി എല്ലാ ആർട്ടിക്കിൾസിലും ജെൻഡർ നോംസ് അതുപോലെ തന്നെ ജെൻഡർ പെർഫോമിറ്റി തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. സോ ഈ 2 വേർഡ്സുകൾ ഒന്ന് എഴുതി വെച്ചോളൂ. ഇതൊക്കെ നിങ്ങൾ മെയിൻസിൽ ഈ ഒരു വേർഡ്സ് ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്കോർ ചെയ്യാൻ സാധ്യതയുള്ളതാണ്. നിങ്ങൾക്ക് UPSC പേപ്പേഴ്സിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന പേപ്പേഴ്സാണ്. ബിക്കോസ് ജെൻഡറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിൾ ഇവൻ GS 1 and 3 എവിടെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു വേർഡ് ജെൻഡർ എസെൻഷ്യാലിസം ആൻഡ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ഇതൊക്കെ ഒന്ന് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബെറ്റർ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഐ തിങ്ക് ദ ഫൈനൽ ആർട്ടിക്കിൾ സെബി ടൈറ്റൻസ് ന്യൂസ് ഓൺ ഇൻസൈഡർ ട്രേഡിംഗ്. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമ്മുടെ സെബി ചെയർപേഴ്സൺസ് അദാനി ഗ്രൂപ്പിന്റെ ഓഫ് ഷോർ ഫണ്ട് അല്ലെങ്കിൽ ഓഫ് ഷോർ ഷെയർ വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ട് ഭയങ്കര കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ സെബി അല്ലെങ്കിൽ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ നമ്മളെ ഇന്ത്യയിലെ ട്രേഡിംഗ് ഒക്കെ നിയന്ത്രിക്കുന്ന ഒരു അതോറിറ്റിയാണ്. സോ ഒരു പുതിയ നോംസ് കൊണ്ടുവരാണ്. അപ്പം ആ പുതിയ നോംസ് എന്ന് പറയുന്നത് ചെറിയ അതിനെ കുറിച്ചുള്ള അവരുടെ ഇതിനകത്ത് കുറച്ച് നോംസ് ടൈറ്റൻ ചെയ്യണം. ദാറ്റ് മീൻസ് ഇതിനകത്ത് കണക്റ്റഡ് പേഴ്സൺസ് എന്ന് പറഞ്ഞൊരു ഐഡിയ, അതായത് ട്രേഡിംഗ് നടത്തുന്നത് അല്ലെങ്കിൽ ട്രേഡിംഗ് നടത്തുന്ന ആളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ കണക്റ്റഡ് പേഴ്സൺ എന്ന് പറയുന്നത്. ട്രേഡിംഗ് നടത്തുന്നത് എന്നല്ല, ഇതിന്റെ ഈ ഒരു സെബി ഇതിനകത്ത് നടക്കുന്ന എസ്പെഷ്യലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ എന്ന് പറയും. ഓക്കെ, ഇത് സെബിന്റെ അകത്ത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ. ദാറ്റ് മീൻസ് നാളെ ട്രേഡിംഗ് എങ്ങനെയായിരിക്കാം, നിങ്ങൾ ഏത് ട്രേഡ് വാങ്ങണം, ഏതിനാണ് ലാഭം വരാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ സെബി ഹാൻഡിൽ ചെയ്യുന്നതാണ്. സോ അതിനകത്ത് ഈ ഒരു വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളതാണ് അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ, UPSI എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ അകത്ത് ആക്സസ് ഉള്ള ആളുകളോ അവരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾ, അതിനാണ് കണക്റ്റഡ് പേഴ്സൺസ്, അവരൊന്നും ഒരു രീതിയിലുള്ള ഇൻസൈഡ് ട്രേഡിംഗ് നടത്താൻ പാടില്ല. ഇപ്പൊ മുന്നേ എന്തായിരുന്നു, മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ട്രേഡിംഗ് നടത്തിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. കണക്റ്റഡ് പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ഹസ്ബൻഡോ അതുപോലെ അല്ലെങ്കിൽ വൈഫോ അല്ലെങ്കിൽ അങ്ങനെ തുടങ്ങിയിരിക്കുന്ന വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള കണക്റ്റഡ് പേഴ്സൺസ് ആയിരുന്നു. ബട്ട് ഇപ്പൊ പറഞ്ഞ കാര്യം കണക്റ്റഡ് പേഴ്സൺസ് മീൻസ് നിങ്ങൾക്ക് വളരെ ചെറിയ ബന്ധമുള്ള ആളുകളാണെങ്കിൽ പോലും കണക്റ്റഡ് പേഴ്സൺസ് ആണ്. എസ്പെഷ്യലി പറയുന്നത് നിങ്ങൾ സംസാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങളുടെ കണക്റ്റഡ് പേഴ്സൺസ് ആയിരിക്കും. സോ അവരൊന്നും ട്രേഡിംഗ് ചെയ്യാൻ പാടില്ല. നിങ്ങളൊരു വീട് എടുക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അതിൽ ഷെയറിംഗ് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരൊക്കെ കണക്റ്റഡ് പേഴ്സൺ. അത് നോംസ് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, കാരണം ഇൻഫർമേഷൻസ് ലീക്ക് ചെയ്ത് അത് വെച്ചിട്ട് ട്രേഡിംഗ് നടത്തുന്നത് അതൊരു പ്രോപ്പർ മെത്തേഡ് അല്ലല്ലോ. ഓക്കെ, സോ അതാണ് ഈ ഒരു ആർട്ടിക്കിൾസിൽ പറയുന്നത്. ഓവറോൾ ഐ തിങ്ക് ഇത്രയാണ് നമുക്ക് ടോട്ടൽ ഈ ഒരു ആർട്ടിക്കിൾസിൽ നോക്കാനുള്ളത്. ആർട്ടിക്കിൾസ് ഒക്കെ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. സോ ജസ്റ്റ് ഈ ഒരു ആർട്ടിക്കിൾ വായിച്ചിട്ട് നോക്കാൻ ശ്രമിക്കുക. പ്രിലിംസ്, മെയിൻസ്, അതുപോലെ തന്നെ നിങ്ങൾ ആർട്ടിക്കിൾസ് വായിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ ഒരു ആർട്ടിക്കിൾസിൽ നിന്ന് എങ്ങനെ UPSC ഒരു ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ള കാര്യങ്ങൾ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യുക. അത് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആർട്ടിക്കിളിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഏതെങ്കിലും നെക്സ്റ്റ് അടുത്തൊരു കളർ പേന കൊണ്ട് ഉപയോഗിച്ചിട്ട് ഒന്ന് എഴുതാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എങ്ങനെയാണ് ഒരു ആർട്ടിക്കിൾസിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, എന്തൊക്കെയാണ് ഞാൻ ആർട്ടിക്കിൾസിൽ നിന്ന് പിക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. ബ്ലൈൻഡ് ആയിട്ട് നമ്മൾ പഠിച്ചു പോകേണ്ട ആവശ്യമില്ല, ബ്ലൈൻഡ് ആയിട്ട് വായിക്കേണ്ട ആവശ്യമില്ല. UPSC പെർസ്പെക്റ്റീവിൽ മാത്രം വായിക്കാൻ ശ്രമിക്കുക. അതിന് UPSC ക്വസ്റ്റ്യൻസ് നന്നായിട്ട് അറിയണം. ഓക്കെ, എനിവേ താങ്ക് യു ആൻഡ് ഗുഡ് ബൈ.